ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. ടെറിഫിക് ലൈനപ്പുമായിട്ടാണ് മമ്മൂക്ക നിൽക്കുന്നത്. വരാനിരിക്കുന്ന 6 ചിത്രങ്ങൾ, ഇതിനു മുകളിലും ചിത്രങ്ങൾ നമുക്ക് കഴിഞ്ഞ 30-35 വർഷമായി കാണാൻ കഴിയുന്നത് ഒരേ കാര്യം തന്നെയാണ്. മമ്മൂക്കയുടെ സിനിമകളുടെ ലൈനപ്പ് ഗംഭീരം തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം മാത്രമാണ് അതിനൊരു ബ്രേക്ക് വന്നത്. അവിടെയും വലിയ സിനിമകളുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ വർഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. പക്ഷേ വീണ്ടും ആ ഒരു തിരക്കേറിയ കാര്യങ്ങളിലേക്ക് തന്നെ വരികയാണ്. പാട്രിയോട്ടാണ് മമ്മൂട്ടിയുടേതായി ആദ്യം പുറത്തിറങ്ങാൻ പോകുന്ന ചിത്രം. അതായത് വരുന്ന മാസം മെയ് മാസം 1-ാം തീയതി റിലീസിനെത്തുന്നു. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ചിത്രമായിട്ട് മാറാൻ പോകുന്നു. അതിന് തൊട്ട് പിന്നാലെ മട്ടാഞ്ചേരി മാഫിയ വരാൻ പോവുകയാണ്. ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു കൂട്ടുകെട്ട് നമ്മൾ നോക്കുന്നത്. ഖാലിദ് റഹ്മാൻ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ വരുന്ന ഈ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി തീയിട്ട് അല്ലെങ്കിൽ ഫയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ചിത്രമാണ്. ഇതിന് മുന്നോടിയായി തന്നെ അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയും വീണ്ടും ഒരുമിക്കുന്നു എന്ന വാർത്ത നമ്മൾ നേരത്തെ കേട്ടു. അതിലൊരു ചിത്രം പിറന്നു. പദയാത്ര എന്ന ചിത്രം പൂർത്തീകരിക്കുകയും ചെയ്തു. ആ സിനിമയാണ് അടുത്തതായി റിലീസ് ചെയ്യാൻ. അതിനെക്കുറിച്ചുള്ള പല അപ്ഡേറ്റുകൾ പുറത്തു വരുന്നു. തിയേറ്റർ റിലീസ് ഉണ്ടാവുകയില്ല, ഒരുപക്ഷെ OTT ആയിരിക്കുമെന്നുള്ള ആ ഒരു അഭിപ്രായങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്നു. എങ്ങനെയാണെങ്കിലും ഷുവർ ഷോട്ട് ഹിറ്റ് പടമായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത്രത്തോളം ഗംഭീരമായിരിക്കും ഈ സിനിമ. അതുകൂടാതെ മറ്റൊരു നാഷണൽ അവാർഡ് ഈ ഒരു സിനിമയെ തേടി എത്തുമെന്നുള്ള പ്രതീക്ഷയുമാണ്. ഈ ഒരു കൂട്ടുകെട്ടിൽ എന്നൊക്കെ സിനിമ വന്നിട്ടുണ്ടോ അന്നൊക്കെ വമ്പൻ ഹിറ്റുകൾ വമ്പൻ അവാർഡുകൾ വാരിക്കൂട്ടിയ ചിത്രമായിരുന്നു. 2 പ്രാവശ്യം മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിക്കുകയും ചെയ്തു. അടുത്തതായി നമ്മൾ ഏവരും കാത്തിരിക്കുന്ന നിതീഷ് സഹദേവ് ചിത്രം തന്നെയാണ്. നിതീഷ് സഹദേവ് ചിത്രം ഒരുപക്ഷെ മട്ടാഞ്ചേരി മാഫിയയ്ക്ക് മുമ്പ് വരേണ്ടതാണ്. പക്ഷേ അതിനിടയിൽ മട്ടാഞ്ചേരി മാഫിയ വന്നതുകൊണ്ട് തന്നെ നിതീഷ് സഹദേവ് ചിത്രം അതിനുശേഷമായിരിക്കുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. തൊട്ട് പിന്നാലെ മലയാളികളുടെ ഏറ്റവും ഫേവററ്റായ സേതുരാമയ്യർ വീണ്ടും എത്തുന്നു. അതായത് CBI 6 അതായത് ഈ ഒരു ബോക്സ് ഓഫീസിനെ വിറപ്പിക്കാൻ കൽപ്പുള്ള ഏതാനും സിനിമകൾ മാത്രമാണ് നമുക്ക് ഉള്ളത്. അതിപ്പോൾ ജോർജ് കുട്ടിയാണെങ്കിലും സേതുരാമയ്യരാണെങ്കിലും അങ്ങനെ എണ്ണം തികഞ്ഞ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നമുക്ക് 10-ൽ താഴെ ഉള്ളൂ അങ്ങനെ നിൽക്കുന്നത്. അതിൽ സേതുരാമയ്യർ വീണ്ടും എത്തുകയാണ്. പുതിയ ടീമുമായി ഈ ഒരു സിനിമ വരുമ്പോൾ അത് അടുത്ത ഒരു ബ്ലോക്ക് ബസ്റ്ററിൽ കുറഞ്ഞൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഒരു പക്ഷേ 200-250 കോടിയാണ് ഈ സിനിമ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മിനിമം കളക്ഷൻ എന്ന് തന്നെ പറയാം. കണ്ണൂർ സ്കോട്ട് മോസ്റ്റ് പ്രോമിസിംഗ് ആയിട്ടുള്ള മമ്മൂട്ടി ചിത്രം എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ പ്രേക്ഷകരെല്ലാവരും ഒരേ രീതിയിൽ സ്വീകരിച്ച ഒരു ചിത്രം, വളരെ സിമ്പിളായി വന്ന വലിയ പവർഫുള്ളായി വന്ന കണ്ണൂർ സ്കോഡ് അതിൻ്റെ സ്വീക്കൽ വരാൻ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത്ര ചിത്രങ്ങളാണ് മമ്മൂട്ടിയിൽ നിന്ന് അടുത്ത 6 സിനിമകൾ കൺഫേം ചെയ്തതായിട്ട് പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ. അതിൽ 2 ചിത്രീകരണം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അതുകൂടാതെ D55 തമിഴ് ചിത്രത്തിലേക്ക് മമ്മൂട്ടി ഓൾറെഡി അഭിനയം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇത്രത്തോളം അങ്ങനെ നോക്കുമ്പോൾ 7ഓളം ചിത്രങ്ങളാണ്. ഗംഭീരമായിട്ടുള്ള ലൈനപ്പ് തന്നെയാണ് മമ്മൂക്കയുടേതായി ഈ ഒരു വേളയിൽ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ദിനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? ക്യാരക്ടേഴ്സ് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തിരിക്കുന്നത് CBI, കണ്ണൂർ സ്കോഡ് തുടങ്ങിയതാണ്. ബാക്കി എല്ലാം പുതുമ ഉള്ള ഒരു കഥാപാത്രങ്ങളുമായിട്ടാണ് മമ്മൂട്ടി വരാൻ പോകുന്നത്. ബാക്കി 2 നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കഥാപാത്രങ്ങളുമാണ്. എന്നിരുന്നാലും നിങ്ങൾ ഇതിനകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏത് ചിത്രമാണ്? ഇതുകൂടാതെ ക്യൂബ്സിൻ്റെ ചിത്രം അനൗൺസ് ചെയ്യാൻ ഇരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ കാത്തിരിക്കാം. ആരൊക്കെയാണ് മമ്മൂട്ടി സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? കമൻസിലൂടെ വരാം. പവർഫുള്ളായിട്ട് വരിക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗ്രീൻ മീഡിയാസ്.